ബാലേട്ടാ, ഇനി നിങ്ങളാണ് വഴി. ഇനി വഴിയും സത്യവും ജീവനും കൂടി ബാലേട്ടനാണെന്ന് പറയരുത്. എന്ന് വെച്ചാൽ വഴി പറഞ്ഞു തരണമെന്ന് അർത്ഥം. ശരി, എവിടെ വെച്ചാ നിനക്ക് വഴി തെറ്റിയത്? കഴിഞ്ഞ ഓണത്തിന് ടൗണിലെ അപ്ലയൻസ് കടയിൽ ഞാനൊരു ടി വി മേടിച്ചു. അതായത് ഇപ്പോൾ 6 മാസം പോലും ആയിട്ടില്ല. ഇപ്പോൾ അത് കേടായിരിക്കുന്നു. 2 വർഷം വാറണ്ടി പറഞ്ഞ ടി വിയാണ്. മാറ്റിത്തരുന്നെന്നുള്ളത് പോട്ടെ, നന്നാക്കി തരാനുള്ള മര്യാദ കാണിച്ചൂടെ? അത് ചീറ്റിംഗ് ആണ്. അതെ, അവരെന്താ പറയുന്നത്? എന്ത് പറയാൻ, ടി വി കമ്പനി പ്രൊഡക്ഷൻ നിർത്തി, പാർട്സ് കിട്ടുന്നില്ല. അതൊന്നും ന്യായമല്ല. കാശ് കൊടുത്ത് വാങ്ങിച്ച ആളിന് ഈ മുട്ടാപ്പോക്ക് ന്യായം കേൾക്കേണ്ട കാര്യവും ഇല്ല. അതാ ഞാനും അവന്മാരോട് പറഞ്ഞേ, ഓണത്തിന് കിട്ടിയ ബോണസ് മൊത്തം ഈ ടി വി ചിലവാക്കേക്കുമായിരുന്നു. ബോണസ് കൊടുത്ത് വാങ്ങിച്ചതായാലും ഗിഫ്റ്റായിട്ട് കിട്ടിയതായാലും ഈ നാട്ടിൽ ഉപഭോക്താവിന് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പരിഭ്രമിക്കണ്ട. ബാലേട്ടൻ വിശദമായിട്ട് പറ, ഇനി അവന്മാരൊരു പാഠം പഠിപ്പിച്ചിട്ടുള്ള കാര്യം. ശരി, പാഠം പഠിപ്പിക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത് 1986-ലാണ്. എളുപ്പത്തിലും വേഗത്തിലും ഉപഭോക്താവിന് ന്യായം ലഭിക്കാനുള്ള സംവിധാനമാണത്. സേവനമാവട്ടെ, സാധനമാവട്ടെ, കേന്ദ്ര സംസ്ഥാന സഹകരണ എന്തോ ആവട്ടെ, എല്ലാം കൺസ്യൂമർ ആക്ടിൻ്റെ കീഴിൽ വരും. കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകം ഒഴിവാക്കിയ ചില സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടില്ല. കൺസ്യൂമർ ഫോറം എന്നാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര്. സാധാരണ കോടതികളെപ്പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല ഈ സംവിധാനം. കേസ് നടത്തണമെങ്കിൽ വൻതുക കെട്ടിവെക്കാനൊന്നും കൺസ്യൂമർ ഫോറം ആവശ്യപ്പെടാറുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമല്ലോ അല്ലേ? മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ, അതായത് പരാതി കൊടുക്കുന്ന ഉപഭോക്താവിൻ്റെ കയ്യിൽ രേഖകളെല്ലാം കൃത്യമല്ലേ എന്ന് ഉറപ്പുവരുത്തണം. ബില്ല്, വാറണ്ടി കാർഡ്, ഓൺ ഓഫറിൻ്റെ ബ്രോഷർ എല്ലാം ഭദ്രം. എങ്കിലൊക്കെ ആദ്യം ഒരു പരാതി വ്യാപാരിക്ക് ഈ പറഞ്ഞ കടയുടെ അഡ്രസ്സിൽ വിടാം. നാളെ അവന്മാർ സംഗതി അറിഞ്ഞില്ല എന്ന് പറയരുത്. എന്നിട്ട് കൺസ്യൂമർ ഫോറത്തിലേക്കും കൊടുക്കാം. ഈ കൺസ്യൂമർ ഫോറം എവിടെയൊക്കെയുണ്ട്? എല്ലാ ജില്ലാ ആസ്ഥാനത്തും കൺസ്യൂമർ ഫോറം അഥവാ കോടതിയുണ്ട്. ജില്ലാതലത്തിന് മുകളിൽ സംസ്ഥാന ഉപഭോക്തൃ ഫോറം വരും. ഏറ്റവും മുകളിൽ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷൻ വരും. അതങ്ങ് ഡൽഹിയിലാണ്. അതെ, നിനക്ക് ടി വിക്ക് എന്ത് വില കൊടുക്കേണ്ടി വന്നു? 42,000. ഓക്കെ, 5 ലക്ഷം രൂപ വരെയുള്ള നഷ്ടപരിഹാര കേസുകൾ ജില്ലാതലത്തിലും അതിനു മുകളിൽ 20 ലക്ഷം വരെയുള്ളത് സംസ്ഥാന തലത്തും തീർപ്പാക്കും. 20 ലക്ഷത്തിന് മുകളിലുള്ള കേസുകൾ ഡൽഹിയിലാണ് തീർപ്പാക്കുക. അല്ല, ഉപഭോക്താവ് പരാതി കൊടുക്കാൻ വൈകിയെന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം തരാതിരിക്കൂ? സാധനമോ സേവനമോ വാങ്ങിയോ സ്വീകരിച്ചോ 2 വർഷത്തിനുള്ളിൽ പരാതി കൊടുത്താൽ മതി. അപ്പം നമ്മൾ നഷ്ടപ്പെടൂലല്ലേ? രവി, ധൈര്യമായിട്ടിരിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഉപഭോക്താവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ഇല്ല, എന്തായിരുന്നത്? ഗാന്ധിജിയെ കുറിച്ചുള്ള കോട്ടിങ്സ് ഒക്കെ ഞാൻ മസാല ദോശ കഴിച്ചുകൊണ്ടേ പറയും. ഓഹോ, 2 മസാല ദോശയും ഒരു ഫിൽട്ടർ കോഫി ആയാലോ? എങ്കിൽ സത്യാന്വേഷണ പരീക്ഷയുടെ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ ഇല്ല.